റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ രാവിലെ മോസ്കോയിൽ നിന്നും നേരിട്ട് ഉത്തര കൊറിയയിലേക്ക് പോയി. ഉത്തര കൊറിയയിൽ പോയതിനു ശേഷം ഈ രണ്ട് സർക്കാരും തമ്മിൽ പല സുപ്രധാന ചർച്ചകൾ നടത്തി. പല പ്രധാനപ്പെട്ട കരാറുകളിലും ഒപ്പുവെച്ചു. അതേസമയം മറ്റൊരു ഭാഗത്ത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇവർ തമ്മിലുള്ള യുദ്ധം വലുതായി നടക്കുന്നതായും പറയുന്നു. ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ വിശദമായ പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങി. അതേസമയം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ തുറമുഖങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ വളരെ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ഉത്തര കൊറിയ, റഷ്യ ഈ രണ്ട് രാജ്യങ്ങളെയും നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഇതിന് കാരണം കൊറിയൻ യുദ്ധമുണ്ടായി ഉത്തര കൊറിയ വന്നത് മുതൽ റഷ്യയുമായി ഈ ഒരു നാടിന് നല്ലൊരു ബന്ധം തന്നെയുണ്ട്. മാത്രമല്ല ചൈനയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്തി അതിലൂടെ റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും ഒരു ലാൻഡ് കോറിഡോർ ഉണ്ട്. റഷ്യയും ഉത്തരം കൊറിയയും തമ്മിലുള്ള ബന്ധം തുടക്കത്തിൽ മികച്ചതായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഈ ഒരു ബന്ധം ദൃഢമാകാൻ തുടങ്ങി. ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ ഉക്രൈനുള്ളിൽ ഉപയോഗിക്കുന്നത് എന്ന് ആ മിസൈലുകളുടെ തെളിവുകൾ സഹിതം UN ഔദ്യോഗികമായി ലോകത്തിന് തുറന്നുകാട്ടി. എന്നാൽ ഉത്തര കൊറിയ ഇതുവരെയും ഒഫീഷ്യലായി ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ആയുധങ്ങളാണ് റഷ്യ ഉക്രൈനിൽ ഉപയോഗിച്ചത്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ ഇവരുടെ ഈ ഒരു കൂടിക്കാഴ്ച 90 മിനിറ്റിലധികം ഉണ്ടായിരുന്നു. ഈ രണ്ട് നേതാക്കൾ തമ്മിൽ പ്യോങ്യാങ്ങിൽ ചർച്ചകൾ നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ചുവന്ന പരവതാനി വിരിച്ച് ഉത്തര കൊറിയ സ്വാഗതം ചെയ്തു. ഇവരുടെ മീറ്റിംഗ് സ്പോട്ടായ കിം ജോങ് ഉൻ സ്ക്വയറിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. 3 സുപ്രധാന വിഷയങ്ങളെക്കുറിച്ച് റഷ്യയുടെ സർക്കാർ സംസാരിച്ചതായി മാധ്യമമായി RIA റിപ്പോർട്ട് ചെയ്തു. ഒന്നാമതായി, ഈ രണ്ട് രാജ്യങ്ങൾക്കും എങ്ങനെയാണ് അമേരിക്കയുടെ ഭരണത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കുക. രണ്ടാമതായി, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയയുടെ സഹായം റഷ്യയ്ക്ക് എങ്ങനെയുള്ളതായിരിക്കും. മൂന്നാമത്തേത്, ഉത്തര കൊറിയയുടെ വികസനത്തിന് റഷ്യ എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത്. ഈ 3 സുപ്രധാന വിഷയങ്ങൾ റഷ്യ സംസാരിച്ചതായി റഷ്യ തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കെതിരെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഉത്തര കൊറിയയുടെ വികസനത്തിന് റഷ്യ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതൊന്നുമല്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. റഷ്യ എന്ത് തീരുമാനമെടുത്താലും ഉത്തര കൊറിയ അതിനെ പിന്തുണയ്ക്കും. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഞങ്ങൾക്ക് വലിയൊരു സഹോദരനെ പോലെയാണ്. ഉത്തര കൊറിയയുടെ വികസനത്തിന് റഷ്യയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് തന്നെയുണ്ട്. അത് ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും. റഷ്യ നമ്മുടെ സുഹൃത്താണ്. ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചപ്പോൾ ഉത്തര കൊറിയയിൽ നിന്നും റഷ്യയ്ക്ക് വലിയൊരു പിന്തുണയാണ് ലഭിച്ചത്. റഷ്യയിലേക്കുള്ള ഉത്തര കൊറിയയുടെ സഹായം ഇനിയും കൂടുമെന്ന് തന്നെ പറയാം. കാരണം ലോകം അറിയുന്നതിന് മുൻപ് തന്നെ 100 കണക്കിന് കണ്ടെയ്നറുകളിൽ ദശലക്ഷക്കണക്കിന് പീരങ്കികൾ, സോവിയറ്റ് കാലത്തെ പഴയ റോക്കറ്റ് ലോഞ്ചറുകൾ എല്ലാം ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് ഇനിയും അധികം ആയുധങ്ങൾ റഷ്യയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള പ്രസ്താവന ഇപ്പോൾ ഈ ഒരു മീറ്റിങ്ങിലൂടെ വീണ്ടും ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ഉക്രൈന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് മാറ്റിവെച്ച് നോക്കിയാൽ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും അമേരിക്കയ്ക്കും ഈ ഒരു രണ്ട് രാജ്യങ്ങൾ വഴി പ്രശ്നമുണ്ടാകും. കാരണം ഈ രണ്ട് രാജ്യങ്ങളും ആണവ ശക്തിയുള്ള രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചാൽ ഈ ലോകത്തിൽ അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അമേരിക്കയ്ക്ക് ആയുധമില്ലേ, അമേരിക്കയ്ക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ പക്കലും ആയുധമുണ്ട്. ഈ ലോകത്തിൽ ഈ അണുവായുധങ്ങളൊന്നും സമാധാനത്തിനായി ആരും പൊട്ടിത്തെറിപ്പിക്കാൻ പോകുന്നില്ല. മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഈ ആയുധങ്ങൾ ഏത് രാജ്യവും ഉപയോഗിക്കുക. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ നേതാക്കൾക്കും ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എല്ലാ നേതാക്കളും ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് റഷ്യയുടെ നേതാവ് വ്ളാഡിമിർ പുടിൻ ഒരു ആയുധം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിരവധി പ്രോട്ടോകോൾസ് ഉണ്ട്. റഷ്യയിൽ നിന്ന് തന്നെ ധാരാളം അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. സ്വന്തം തീരുമാനം അനുസരിച്ച് ആയുധം പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. എന്നാൽ ഉത്തര കൊറിയയുടെ സ്ഥിതി അങ്ങനെയല്ല. അവർക്ക് ആരുടെയും അംഗീകാരത്തിന്റെ ആവശ്യമില്ല. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ മറ്റുള്ളവരുടെ അംഗീകാരമില്ലാതെ ആയുധം പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അത് ഏത് രാജ്യത്തിന് നേരെയും പ്രയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നെ മറ്റ് രാജ്യങ്ങളിലെ നേതാക്കളിൽ നിന്ന് വളരെ മോശപ്പെട്ടവൻ എന്ന് പറയാൻ കാരണം. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള കരാർ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ഈ ഇസ്രായേലുമായുള്ള ഹിസ്ബുള്ളയുടെ പ്രശ്നം വീണ്ടും വർദ്ധിച്ചു വരികയാണ്.
അത് വളരെ വിശദമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഹിസ്ബുള്ള തങ്ങളുടെ നിരീക്ഷണ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ യുദ്ധക്കപ്പലുകൾ, അയൺ ഡോം സംവിധാനങ്ങൾ ഇവയുടെ തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ്. അവരുടെ സൈന്യത്തെക്കുറിച്ചും അവരുടെ കൈവശം എന്തെല്ലാം ആയുധങ്ങളുണ്ട്, പുറത്ത് എന്താണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള സെൻസിറ്റീവായ ഡേറ്റാസാണ് സംപ്രേഷണം ചെയ്ത് പുറത്തുവിടുന്നത്. എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ വീഡിയോ എടുത്ത ഞങ്ങൾക്ക് ഇവയെ നശിപ്പിക്കാൻ അധിക സമയമെടുക്കില്ല, എന്നാൽ ഈ യുദ്ധം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഗാസയിലെ ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഞങ്ങളുടെ ആക്രമണത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് ഒരു ഉദാഹരണം കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്നും ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് നൽകി. ഇതിന് മറുപടിയായി ഇസ്രായേൽ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ലബനനിലെ ഇസ്രായേലിന്റെ സ്ഥാനങ്ങളിൽ അവർ സ്ട്രൈക്ക് നടത്തി. ഇന്നലെ രാവിലെ ആയിരുന്നു ഈ സ്ട്രൈക്ക് നടത്താൻ തുടങ്ങിയത്. ഈ ദൃശ്യങ്ങളും ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ സമയത്ത് IDFന്റെ നോർത്തേൺ മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ കമാൻഡർ ഉറിഗോഡിനും IDF ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ സ്റ്റാഫ് വാഡവ് ബസഗയും ലബനനിലെ ഹിസ്ബുള്ള സ്ഥാനങ്ങൾ ആക്രമിക്കാൻ ഒരു യുദ്ധ പദ്ധതി തയ്യാറാക്കി. അതവർ അപ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ എസ്കലേഷൻ ആയിരിക്കും. കാരണം IDFന്റെ നോർത്തേൺ മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ കമാൻഡറാണ് അടിയന്തര സാഹചര്യത്തിൽ എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത്. ഇപ്പോൾ അവർ തന്നെ ഈ ഒരു പദ്ധതി അംഗീകരിച്ചു എന്നുള്ളത് ലബനനും ഇസ്രായേലും ഇടയിലുള്ള പ്രശ്നങ്ങൾ, ലബനൻ ഇസ്രായേൽ പ്രശ്നങ്ങളുടെ അടുത്തൊരു തരംഗം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതും വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഇസ്രായേൽ ലബനന്റെ ഫ്രണ്ട് ലൈൻ തുടങ്ങാൻ ഇസ്രായേൽ അത് വലിയ തലവേദനയാകും. കാരണം ഹിസ്ബുള്ള തങ്ങളുടെ സ്ഥാനങ്ങളിൽ പുതിയ ആയുധങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റിന്റെ മരണശേഷം ഇറാനിൽ നിന്നുള്ള സഹായം 13% വർദ്ധിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിൽ പുതിയ ആയുധങ്ങളും ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം വച്ച് നോക്കുമ്പോൾ ലബനന്റെ മുന്നണി തുറക്കാതിരിക്കുന്നതാണ് ഇസ്രായേലിന് നല്ലത്. ഒരു പക്ഷേ അവർ ഫ്രണ്ട് ലൈനിൽ ഓപ്പൺ ചെയ്ത് വളരെ ആഴത്തിൽ ചെന്ന് സായുധ സേനയെ അയച്ച് ആക്രമിക്കുകയാണെങ്കിൽ അടുത്ത യുദ്ധം വീണ്ടും ഇസ്രായേലിന് വലിയ യുദ്ധമുണ്ടാക്കും. അടുത്തതായി സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഹജ്ജ് തീർത്ഥാടനത്തിനിടെ 530-ലധികം പേർ ഉഷ്ണക്കാറ്റിൽ ജീവൻ നഷ്ടപ്പെടുത്തി. സൗദിയിൽ ഇത്തരക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഈ തീർത്ഥാടനത്തിന് രജിസ്റ്റർ ചെയ്യാത്തവരുടെ എണ്ണം കൂടി വരികയാണ്. അത് കാരണമാണ് ഈ മരണനിരക്കും വർദ്ധിക്കുന്നത്. ഒരാഴ്ച മുൻപ് വരെയും രജിസ്റ്റർ ചെയ്യാത്ത 600ഓളം ആളുകളെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ കൂടുതൽ ആനുകൂല്യം നൽകുന്നുവെന്ന് സൗദി അറേബ്യ നേരത്തെ അറിയിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈജിപ്തുകാരാണ്. ഒഫീഷ്യലായ കണക്ക് പ്രകാരം 332 പേരാണ് മരിച്ചത് ഈജിപ്തിലുള്ളത്. ജോർദാനിൽ നിന്നും 60 പേരും ഇറാനിൽ നിന്നുള്ള 5 പേരും മരിച്ചു. സൗദി അറേബ്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന താപത്തിന്റെ അളവ് ഒറ്റ ദിവസം മാത്രം 51 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓരോ വർഷവും 0.5 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു വരുന്നുണ്ട്. ആഗോള താപനിലയും കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ കാർബൺ പുറന്തള്ളുന്നത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അനന്തരഫലങ്ങൾ വളരെ മോശമായിരിക്കും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഇങ്ങനെ തുടർന്നു പോയാൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും കടൽക്ഷോഭമുണ്ടാകും. അതിനാൽ കഴിയുന്നത്ര ഒരാൾ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിച്ച് കഴിയുന്നത്ര ഇതിനെ നേരിടാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ പരിശ്രമമാണെങ്കിലും അതിൻ്റെ ഗുണം വളരെ വലുതായിരിക്കും. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉത്തര കൊറിയ റഷ്യ ഇടപാടിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ലബനനിൽ ഇസ്രായേൽ പുതിയൊരു മുന്നണി തുറന്നാൽ അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.